സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ചിലവ് കുറയ്ക്കാൻ നിർദ്ദേശവുമായി ധനവകുപ്പ്. പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുത് എന്നും സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. അടുത്ത ബജറ്റ് മുന്നൊരുക്കത്തിലുള്ള സർക്കുലറിലാണ് നിർദ്ദേശങ്ങൾ. MG പ്രതീക്ഷ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീക്ഷ, കൂടുതൽ ചെലവ് ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 10,800 കോടിയാണ് ഈ 2.5 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തിന് കടമെടുക്കേണ്ടി വന്നിരിക്കുന്നത്. ചെലവ് നിയന്ത്രിക്കണമെന്ന കർശന നിർദ്ദേശം. മാധവ്, തീർച്ചയായും ഈ ധനവകുപ്പ് സർക്കുലറിലൂടെ സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് വിവിധ വകുപ്പുകളോട് സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നത്. പ്രധാനമായും ഈ ചെലവ് കുറയ്ക്കണം എന്നതാണ് ഈ ധനവകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പ്രധാനമായും ഈ വകുപ്പുകളോട് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ഈ ചെലവുകൾ കൂട്ടരുത്, ഒപ്പം പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയരുത് എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. ഈ മറ്റൊന്ന്, സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നതാണ്. നേരത്തെ ഉൾപ്പെടെ ഈ സാമ്പത്തിക ലാഭമില്ലാത്ത പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും അത് സർക്കാരിന് പിന്നീട് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സാമ്പത്തിക ലാഭം നേടിത്തരുന്ന പദ്ധതികൾ മാത്രം, അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാറ്റിവെക്കാൻ കഴിയുന്ന അറ്റകുറ്റപ്പണികൾ ഈ ഘട്ടത്തിൽ മാറ്റിവെക്കണം, അത് പിന്നീട് ചെയ്യാം. അടിയന്തരമല്ലാത്ത വർക്കുകളൊക്കെ തന്നെ മാറ്റിവെക്കണമെന്നൊരു നിർദ്ദേശം ഇതിൽ പറയുന്നുണ്ട്. നിലവിൽ ഈ പല വകുപ്പുകളിലും അധികം ജീവനക്കാരുണ്ട്. പക്ഷേ അത്തരം ജീവനക്കാർക്കെതിരെ നടപടി വേണ്ട, അവരെ പിരിച്ചുവിടേണ്ട. പുതുതായി ഒഴിവുകൾ വരുമ്പോൾ അവർക്ക് നിയമനം നൽകാം എന്നുള്ള നിർദ്ദേശം കൂടി ധനവകുപ്പ് പറയുന്നുണ്ട്. ശമ്പള ചെലവ് കൃത്യമായി കണക്കാക്കണമെന്നും ചെലവ് മുൻ വർഷത്തേക്കാൾ കൂടുതലാണെങ്കിൽ വിവിധ വകുപ്പ് മേധാവികൾ അതിൽ വിശദീകരണം നൽകണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ കുറച്ച് കടുപ്പിക്കുകയാണ് സർക്കാർ എന്നതാണ് നമുക്ക് ഈ സർക്കുലറിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിർദ്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ ചെലവുകളുള്ള പദ്ധതികളിലേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.